നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി ചെന്നിട്ട് ഒരു ആവലാതി പറയണം, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ആണ് വിശപ്പ് മാറിയെന്ന് തോന്നുന്നില്ല, വയറ് നിറഞ്ഞു എന്ന് തോന്നുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫലഅല്ലക്കും തഅകുലൂന മുതഫരിഖീൻ, നിങ്ങൾ വേറെ വേറെ ഇരുന്നിട്ടാവും ഭക്ഷണം കഴിക്കുന്നതല്ലേ, എന്നാൽ ഇജ്തമിഉ അലാ തുആമിക്കും, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ സമയത്ത് നിങ്ങൾ ഭക്ഷണത്തെളികയിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുകയും അള്ളാന്റെ നാമം ഉച്ചരിച്ച് കഴിക്കുകയും ചെയ്യുവീൻ, ബാറക ലക്കും ഫീഹി, നിങ്ങൾക്കതിൽ പ്രത്യേകം ബറക്കത്ത് ചൊരിയപ്പെടും. എന്നതൊക്കെ പലപ്പോഴും എടുത്തു പോവുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പലരും പല സമയത്ത് ഭക്ഷണം കഴിക്കും. പാപ്പ ഒരു നേരത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങനെ കഴിക്കും, മൂത്ത മകൻ ഒരു സ്ഥലത്തിരുന്നിട്ട് ഒറ്റക്ക് അങ്ങനെ കഴിക്കും, ഇളയ മകൻ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവനും കഴിക്കും. ഓരോരുത്തർക്കും ഓരോ സമയങ്ങളാണ്. അങ്ങനെ അടുക്കള പലർക്കും വേണ്ടി പല സമയത്ത് ഈ കുടുംബിനി ഇങ്ങനെ സപ്ലൈ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പെണ്ണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണ് ഒറ്റക്ക് അവളും കഴിക്കും, മകളുണ്ടെങ്കിൽ മകള് വേറെയും അവള് വേറെ കഴിക്കും, അവൾക്ക് പഠിക്കാണ്ടതുണ്ട് അവള് വേറെ. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ഓരോരുത്തരും മറ്റേ ആളുടെ സൗകര്യത്തിന് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരുടെയും തിരക്കുകളും ആ ടൈം ടേബിളുകളും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ് സഹോദരങ്ങളെ. വീടുകളിൽ വേറെ വേറെ കഴിക്കരുത്. ഡൈനിങ് ടേബിളുകളിലെങ്കിലും ആളുകൾ ഒരുമിച്ചൊന്നിരിക്കട്ടെ. ഇന്ന് പലപ്പോഴും മക്കൾ ബാപ്പമാരെ കാണുന്നില്ല. ഡ്യൂട്ടിക്ക് പോകുന്ന ബാപ്പ നേരത്തെ പോയി വൈകി വരും, അപ്പോഴേക്ക് മക്കൾ എണീറ്റിട്ടില്ല, വന്നപ്പോഴേക്ക് ഉറങ്ങുകയും ചെയ്തു, തീരെ കാണുന്നില്ല. ഇതൊക്കെ ഡൈനിങ് ടേബിളുകളുടെ ഒരു പരിഹാരമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ, സന്തോഷകരമായി ഇപ്പുറവും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇടയ്ക്കൊക്കെ ചില നല്ല തമാശകളും നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റോന്റെ പ്ലേറ്റ് ഒന്ന് കുറച്ച് കാണാതെ അങ്ങോട്ട് എടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്താണ്? അതൊക്കെ ആ അംഗങ്ങൾക്കിടയിൽ അവനിഷ്ടപ്പെട്ട സാധനം അവനൊന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി, രസത്തിന് വേണ്ടി ചൊടിപ്പിക്കാൻ വേണ്ടി എടുത്ത് ഇവൻ കാണാതെ തന്റെ പ്ലേറ്റിലേക്ക് വെക്കുക. അവനെക്കൂട് വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ ശ്രദ്ധ തിരിച്ചിട്ട് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം എടുത്ത് തന്റെ പ്ലേറ്റിലേക്ക് വെക്കുക, എന്നിട്ട് അതിനെ മേലെ ചോറിട്ട് മൂടുക, അല്ലെങ്കിൽ അത് മറച്ചു വെക്കുക. എന്തൊക്കെ തമാശകളും കളികളും രസങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ ഗതകാലങ്ങളിൽ ആങ്ങളെയും പങ്ങന്മാരും ബാപ്പിയും ഉമ്മാരും വെല്ലിപ്പമാരും വെല്ലിമ്മമാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു നല്ല കാലഘട്ടം. എന്നപ്പോ പലപ്പോഴും അതൊക്കെ എടുത്തുപോയി, അണുകുടുംബങ്ങളായി മാറി, അംഗങ്ങളുടെ എണ്ണം തന്നെ കുറഞ്ഞു, ഉള്ള അംഗങ്ങൾ തന്നെ ഒറ്റക്കൊറ്റക്കൊറ്റക്കിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലായി മാറണം സഹോദരങ്ങളെ. അതൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിൽ സ്നേഹത്തിന്റെ ആധിക്യമുണ്ട്, അതിൽ ആനന്ദമുണ്ട്, അതിൽ മനസ്സിന് വല്ലാത്തൊരാശ്വാസമുണ്ട്, പല പല രൂപത്തിലുള്ള സൽഗുണങ്ങൾ അതിലുണ്ട്, അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൈനൽ ബറക മഅൽ ജമാഅ, സംഘമായി കഴിക്കുക. റൂമുകളിൽ തന്നെയും, കുടുംബങ്ങളല്ലാതെ മറ്റുള്ള ആളുകളാണ്, ഒരു റൂമിലുള്ള ആളുകളാണ് എങ്കിൽ തന്നെയും ഒറ്റക്കൊറ്റക്ക് കഴിക്കാതെ മറ്റേ ആളെന്ന് വരുവോളം വെയിറ്റ് ചെയ്യാൻ സാധ്യതകളുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് പരസ്പരമുള്ള ആ ഒരു സ്നേഹത്തിനും ആ ഒരു ബഹുമാനത്തിനും ആ ഒരു സൗഹൃദ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിലുമൊക്കെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്നതിൽ ഒരു വലിയ സ്ഥാനം, ഒരു പങ്ക് അതിനുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.